നോക്കൂ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചോ? ഒരു ക്രിക്കറ്റ് മത്സരം തോറ്റതിനാണോ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാജസ്ഥാൻ റോയൽസിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ ക്യാപ്റ്റൻ ഷെയ്ൻ വോൺ എഴുന്നേറ്റ് നിന്നു. ആദ്യ മത്സരത്തിൽ തന്നെ ഡൽഹി ഡയർഡെവിൾസിനോട് 9 വിക്കറ്റിൻ്റെ തോൽവി വഴങ്ങിയ രാജസ്ഥാൻ കളിക്കാർ ഏറെ നിരാശിതരായിരുന്നു. രാജസ്ഥാൻ്റെ കോച്ചും ക്യാപ്റ്റനുമൊക്കെ അന്ന് വോണാണ്. ഒറ്റ കളിയെ തോറ്റിട്ടുള്ളൂ. 13 മത്സരങ്ങൾ ഇനി ബാക്കി കിടപ്പുണ്ട്. ഒന്നും തീർന്നിട്ടില്ല കേട്ടോ. വോൺ തൻ്റെ കളിക്കാർക്ക് ധൈര്യം നൽകി. DLF IPL സെറ്റ് മാക്സിന് മുന്നിൽ ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തോടെ ആ മഹായുദ്ധങ്ങൾക്കായി കാത്തിരുന്ന കാലം. ഇന്ത്യൻ മൈതാനങ്ങളിൽ അന്ന് ക്രിക്കറ്റിൽ ഒരു റവല്യൂഷന് നാന്ദി കുറിക്കപ്പെടുകയായിരുന്നു. സച്ചിൻ്റെ മുംബൈ, ദാദയുടെ കൊൽക്കത്ത, വീരുവിൻ്റെ ഡൽഹി, ദ്രാവിഡിൻ്റെ ബാംഗ്ലൂർ, ധോണിയുടെ ചെന്നൈ, യുവിയുടെ പഞ്ചാബ്, ലക്ഷ്മൻ്റെ ഹൈദരാബാദ്, ഒടുക്കം ഐക്കൺ പ്ലെയേഴ്സ് ആരുമില്ലാത്ത രാജസ്ഥാൻ. കടലാസിൽ ഷെയ്ൻ വോണിൻ്റെ സംഘം അന്ന് അണ്ടർഡോഗ്സായാണ് അടയാളപ്പെടുത്തപ്പെട്ടിരുന്നത്. സ്ക്വാഡ് ഡെപ്ത് കൊണ്ട് ഡക്കാൻ ചാർജേഴ്സ് ടൂർണമെൻറ്റ് ആരംഭിക്കും മുമ്പേ സകലരുടെയും ഹോട്ട് ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചു. പക്ഷെ വോണിൻ്റെ രാജസ്ഥാൻ അധികായർ പലരുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു. ഡൽഹിയോട് തോറ്റു തുടങ്ങിയ ടീം പിന്നെ അടുത്ത 13-ൽ 11 മത്സരങ്ങളും ജയിച്ചു. ആ പടയോട്ടം ചെന്നവസാനിക്കാൻ പോകുന്നത് പ്രഥമ IPL കിരീടത്തിലാണെന്ന് അപ്പോൾ പോലും ആരും കരുതിയിരുന്നില്ല. മുഹമ്മദ് കൈഫ്, ഷെയ്ൻ വാട്സൺ, ഗ്രെയിം സ്മിത്ത്, കമ്രാൻ അക്മൽ, സൊഹൈൽ തൻവീർ, യൂസുഫ് പത്താൻ, മുനാഫ് പട്ടേൽ, സ്വപ്നിൽ അസ്നോദ്കർ, രവീന്ദ്ര ജഡേജ, അങ്ങനെ ഈ പേരുകളിൽ പലതും ടൂർണമെൻ്റ് ആരംഭിക്കും മുമ്പ് ആരാധകർ അത്ര പ്രതീക്ഷയോടെ നോക്കിക്കണ്ടവയായിരുന്നില്ല. ടൂർണമെൻ്റ് ആരംഭിച്ചാൽ വോണും സംഘവും ചിത്രത്തിൽ പോലും ഉണ്ടാകില്ലെന്ന് നേരത്തെ തന്നെ സകലരും വിധികെടുത്ത് കിട്ടും. ഡൽഹിയോടേറ്റ ആദ്യ തോൽവി ആ പ്രവചനങ്ങൾക്ക് അടിവരി കിട്ടും. യുവിയുടെ പഞ്ചാബിനെതിരെയായിരുന്നു തൊട്ടടുത്ത മത്സരം. ഷെയ്ൻ വാട്സന്റെ അപരാജിത 50 അന്ന് രാജസ്ഥാന് IPLൽ ആദ്യ ജയം സമ്മാനിച്ചു. അണ്ടർ-19 ലോകകപ്പ് നേടിയെത്തിയ യങ് രവീന്ദ്ര ജഡേജ രാജസ്ഥാനിൽ തൻ്റെ വരവറിയിച്ചു. വാട്സണൊപ്പം പുറത്താകാതെ 36 റൺസുമായി ജഡേജ ആ മൈതാനത്ത് വിജയം വരെ നൽകുറപ്പിച്ചു. പിന്നെ സകല വമ്പന്മാരും രാജസ്ഥാന് മുന്നിൽ വീഴുന്നതാണ് ആരാധകർ കണ്ടത്. ഡക്കാൻ ചാർജേഴ്സിനെതിരെ 214 റൺസ് ചേസ് ചെയ്ത് വിജയിച്ച മത്സരത്തിൽ ഗ്രെയിം സ്മിത്താണ് ടീമിൻ്റെ ഹീറോയായത്. ഒപ്പം യൂസുഫ് പത്താൻ്റെ വെടിക്കെട്ടും. 200 സ്ട്രൈക്ക് റേറ്റിൽ പത്താനെന്ന് അടിച്ചെടുത്തത് 61 റൺസാണ്. സമകാലിക ക്രിക്കറ്റിൽ ഇന്ത്യൻ T20 ടീമിൻ്റെ മുഖമുദ്രയായ അഗ്രസീവ് അപ്രോച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യൻ ആരാധകർ യൂസുഫ് പത്താനിൽ കണ്ടിട്ടുണ്ട്. മുന്നിൽ വരുന്ന പന്തുകളെയൊക്കെ അടിച്ചതിർത്തിയിലിടുക എന്നതായിരുന്നു അക്കാലത്ത് അയാളുടെ പോളിസി. രാജസ്ഥാൻ്റെ പല വിജയങ്ങൾക്കും പത്താൻ്റെ ആ ഫിയർലെസ് സമീപനം മുതൽക്കൂട്ടായി. ഷെയ്ൻ വോൺ തൻ്റെ സംഘത്തിലെ യങ് ടാലൻറ്റുകൾക്ക് ടീമിൽ പൂർണ്ണ സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും നൽകി എപ്പോഴും കൂടെയുണ്ടായിരുന്നു. രവീന്ദ്ര ജഡേജയെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് അത്രയ്ക്ക് സുപരിചിതമല്ലാത്ത കാലത്താണ് വോൺ അയാളെ റോക്ക് സ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചത്. കൊൽക്കത്തയ്ക്കെതിരായ ഒരു മത്സരത്തിൽ സ്വപ്നിൽ അസ്നോദ്കർ എന്ന 24-കാരനാണ് രാജസ്ഥാൻ വിജയത്തിന് തെളിച്ചത്. 34 പന്തിൽ 60 റൺസാണ് അന്ന് അയാൾ അടിച്ചെടുത്തത്. ചെന്നൈക്കെതിരെ സൊഹൈൽ തൻവീർ കളം വാണു. 4 ഓവറിൽ 14 റൺസ് വഴങ്ങി അയാൾ കൂടാരം കയറ്റിയത് 6 പേരെ. 109 റൺസിന് ധോണിപ്പടയെ ചുരുട്ടിക്കെടുത്ത് ഡ്രസ്സിംഗ് റൂമിലിട്ടു സൊഹൈൽ. ഓരോ മത്സരങ്ങളിലും ഓരോ ഹീറോകളായിരുന്നു രാജസ്ഥാനും. ലീഗ് സ്റ്റേജ് അവസാനിക്കുമ്പോൾ അണ്ടർഡോഗ്സ് എന്ന സകലരും വിധികെടുത്തി കിട്ട രാജസ്ഥാൻ പോയിന്റ് ടേബിളിൽ 1-ാമതായാണ് ഫിനിഷ് ചെയ്തത്. കളിച്ച 14-ൽ 11 മത്സരങ്ങളും ജയിച്ചു. തോറ്റത് വെറും 3 മത്സരങ്ങളിൽ. സെമിയിൽ തങ്ങളെ ആദ്യ പോരിൽ പരാജയപ്പെടുത്തിയ വീരുവിൻ്റെ ഡൽഹിയെയാണ് മുന്നിൽ കെട്ടിയത്. ഇക്കുറി വീരുവിനെ നേരിടേണ്ടത് അടിമുടി മാറിയ ഏറെ കോൺഫിഡൻ്റായ വോണിൻ്റെ കുട്ടികളെയാണ്. ഒരിക്കൽ കൂടി ഷെയ്ൻ വാട്സൺ അന്ന് രാജസ്ഥാൻ്റെ ഹീറോയായി. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ വാട്സൻ്റെ അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ 192 റൺസാണ് അടിച്ചെടുത്തത്. അന്നുമുണ്ടായിരുന്നു പത്താൻ്റെ ഫയർ വർക്ക്സ്. വാട്സൺ പിന്നീട് പന്ത് കൊണ്ടും ഡൽഹിയെ വീഴ്ത്തി. സെവാഗിനെയും ഗംഭീറിനെയും ശിഖർ ധവാനെയും പവർ പ്ലേയിൽ തന്നെ കൂടാനും കയറ്റി വാട്സൺ ടീമിന് നൽകിയത് ബിഗ് ബ്രേക്ക് ത്രൂ ആണ്. ആ മത്സരത്തിൽ 105 റൺസിൻ്റെ കൂറ്റൻ ജയമാണ് രാജസ്ഥാൻ കുറിച്ചത്. ഡൽഹിയുടെ 7 ബാറ്റർമാർ 2 അക്കം പോലും കാണാതെ കൂടാരം കയറി. കലാശപ്പോരിൽ സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ CSK ആണ് മുന്നിൽ. ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ നിന്ന് ധോണി കുട്ടി ക്രിക്കറ്റിൻ്റെ ആദ്യ വിശ്വകിരീടം ഇന്ത്യൻ മണ്ണിലെത്തിച്ചിട്ട് മാസങ്ങളാകുന്നേയുള്ളൂ. അയാളിതാ 2ാമതൊരു കിരീടത്തിന് തൊട്ടരികിൽ. DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ അന്ന് ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ 5 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസാണ് സ്കോർ ചെയ്തത്. മറുപടി ബാറ്റിങ്ങിൽ 7ാം ഓവർ അവസാനിക്കും മുമ്പേ രാജസ്ഥാന് 3 വിക്കറ്റുകൾ നഷ്ടമായി. കമ്രാൻ അക്മലും അസ്നോദ്കറും നീരജ് പട്ടേലും വീണു. എന്നാൽ വാട്സണും യൂസുഫ് പത്താനും ചേർന്ന് ടീമിനെ കൈപിടിച്ചുയർത്തി. 39 പന്തിൽ 56 റൺസായിരുന്നു പത്താൻ്റെ സമ്പാദ്യം. ഒരു ഘട്ടത്തിൽ രാജസ്ഥാൻ കളി കൈവിട്ടു എന്ന് തോന്നിച്ചതാണ്.
ആൽബി മോർക്കലിൻ്റെ 18ാം ഓവറിൽ ജഡേജയും 10 വീണു. ആ ഓവർ അവസാനിക്കുമ്പോൾ 12 പന്തിൽ 18 റൺസ് മതിയായിരുന്നു രാജസ്ഥാന് ജയിക്കാൻ. എന്നാൽ ക്രീസിൽ ഒരു പ്രോപ്പർ ബാറ്ററില്ല. സുഹൈൽ തൻവീറും ഷെയ്ൻ വോണുമാണ് പിന്നെ ആ ദൗത്യം ഏറ്റെടുത്തത്. മഹേന്ദ്ര സിംഗ് ധോണി എന്ന ടാക്ടിക്കൽ ജീനിയസ് വിക്കറ്റിന് പുറകിൽ നിൽക്കുമ്പോൾ രാജസ്ഥാന് ആ വിജയലക്ഷ്യം വലിയ കടമ്പ തന്നെയായിരുന്നു. ധോണി 19ാം ഓവർ എറിയാൻ മക്കായ ആൻ്റണിയെ വിളിച്ചു. ആ ഓവറിൽ 1 4 അടക്കം എല്ലാ പന്തിലും സ്കോർ ചെയ്തു വോണും തൻവീറും. അവസാന ഓവറിൽ രാജസ്ഥാൻ ജയിക്കാൻ വേണ്ടിയിരുന്നത് 8 റൺസാണ്. ലക്ഷ്മിപതി ബാലാജിയെ MSD പന്തേൽപ്പിച്ചു. ആദ്യ പന്തിൽ തൻവീർ ഒരു സിംഗിൾ ഇട്ടു. 2ാം പന്ത് വോൺ പാഴാക്കി. 3ാം പന്തിൽ വീണ്ടും സിംഗിൾ. എന്നാൽ 4ാം പന്ത് ഒരു വൈഡായിരുന്നു. ഓഫ് സ്റ്റമ്പിന് പുറത്തെറിഞ്ഞ പന്ത് വൈറ്റ് ലൈന് പുറത്തു കൂടിയാണ് സഞ്ചരിച്ചത്. തൻവീർ റൺ ഓടിയെടുക്കുക കൂടി ചെയ്തതോടെ വിജയലക്ഷ്യം 3 പന്തിൽ 4 ചുരുങ്ങി. 4ാം പന്തിൽ വോണിൻ്റെ സിംഗിൾ. 5ാം പന്തിൽ സുഹൈൽ ഡബിൾ ഓടിയെടുത്തതോടെ കളി ടൈയായി. അവസാന പന്തിലും സിംഗിളിട്ട് തൻവീർ തന്നെ രാജസ്ഥാന് വിജയതീരമടിച്ചു. ഷെയ്ൻ വോൺ എന്ന ഇതിഹാസ നായകൻ്റെ വിജയമായിരുന്നു അത്. ഒരുപിടി യങ് ടാലൻറ്റുകളെയും കൊണ്ട് അയാൾ കുറിച്ചിട്ട ചരിത്രം IPL ഹിസ്റ്ററിയിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ടു. ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും കലാശപ്പൂരിൽ കളം വാണ യൂസുഫ് പത്താനായിരുന്നു ഫൈനലിൻ്റെ മാൻ ഓഫ് ദ മാച്ച്. മാൻ ഓഫ് ദ ടൂർണമെൻറ്റ് ആരാണെന്ന ചോദ്യത്തിന് ഷെയ്ൻ വാട്സൺ എന്ന ഉത്തരമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. 22 പേരെ കൂടാരം കയറ്റി സുഹൈൽ തൻവീർ വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാമനായി. പഞ്ചാബിൻ്റെ ഷോൺ മാർഷായിരുന്നു റൺവേട്ടയിൽ മുന്നിൽ. പ്രഥമ IPL ലോക ക്രിക്കറ്റിൽ ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമായിരുന്നില്ല. അതിനുശേഷം പിന്നെ ഒരിക്കൽ പോലും രാജസ്ഥാൻ റോയൽസ് IPLൻ്റെ കനകസിംഹാസനം ഏറിയിട്ടില്ല.